ഗോപിനാഥ് മുതുകാടിനോട് മാജിക് തുടരണമെന്നാവശ്യപ്പെട്ട് സർക്കാർ മജീഷ്യനായി തുടരണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഗോപിനാഥ് മുതുകാടിന് കത്ത് നൽകി. 2021 നവംബർ 17 ഗോപിനാഥ് മുതുകാട് മാജിക് അവസാനിപ്പിച്ചത്. ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, മാജിക് അവസാനിപ്പിക്കുന്നു, നമുക്കറിയാം. അത് കഴിഞ്ഞ് പൊതുപ്രവർത്തനം എന്ന് പറയാം, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് മുതുകാട്. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം എന്താണ് കെ.ബി. ഗണേഷ് കുമാർ അറിയിക്കുന്നത്? അദ്ദേഹം ഈ മാജിക്ക് തുടർന്നുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനമൊപ്പം തന്നെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ് ഗോപിനാഥ് മുതുകാട്. അപ്പോൾ അതിനിടയിലാണ് 2021 നവംബർ 17 ആ ദിവസമാണ് അദ്ദേഹം ഔദ്യോഗികമായി അറിയിക്കുന്നത് മാജിക്കിനോട് വിട പറയുന്നു. അതിനുശേഷം ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറുകയും അത് തുടർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്നൊരു പൊതുപരിപാടി നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഗോപിനാഥ് മുതുകാട് അവിടെ ഉണ്ടായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് കെ.ബി. ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ, കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ തന്നെ എഴുതിയ ഒരു നിവേദനം എന്ന് വേണമെങ്കിൽ പറയാം, അത് ഗോപിനാഥ് മുതുകാടിന് കൊടുക്കുന്നു. അതിൽ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: ഈ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നോട്ടെ, എങ്കിലും ഈ മാജിക് അവസാനിപ്പിക്കരുത്, മജീഷ്യനായി മലയാളികൾക്കിടയിൽ തുടരണം, അത് പരിഗണിക്കുമല്ലോ എന്നാണ് ആ കത്തിൽ എഴുതിയിരുന്ന വരികൾ. കത്ത് ഗോപിനാഥ് മുതുകാടിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഉചിതമായ ഒരു തീരുമാനം ഇതിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ മുതുകാടിൻ്റെ പ്രതികരണം തേടുന്നു. അപ്പോൾ പറഞ്ഞത് കത്ത് കിട്ടി, അത് വളരെ സർപ്രൈസ് ആയിരുന്നു, ഇങ്ങനെ ഒരു ആവശ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും കത്ത് തന്ന സ്ഥിതിക്ക് അതിലൊരു ആലോചിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുതുകാട്. ശരി, എന്തായാലും അങ്ങനെ ഒരു കത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. ആ കത്തിൽ എന്തായാലും ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് മുതുകാടിന്റെ ഒരു മറുപടി.